Second 25 liter container of water. Shaving mirror, mosquito net, articulation, 25 liter water, rum. Why rum? ആവശ്യമില്ല വേണ്ടാത്തതാണ് വേണ്ട കളറാണെങ്കിൽ കൊതുകൊന്നുമില്ല അത് മറ്റേ അല്ല പിന്നെ വേറെ ഫിഷിംഗ് നെറ്റ് ഉണ്ട് നമുക്കതല്ല പറ്റില്ല minute. Back. അപ്പൊ നമ്മളെ ടീം ഡക്കിന് ആദ്യം നമുക്ക് വേണ്ടത് ഫ്ലോട്ടിംഗ് കുഷൻ. ഓക്കെ. രണ്ടാമത് വേണ്ടത് ഷാർക്ക് റെപ്പല്ലന്റ്. ഓക്കെ. മൂന്നാമത് വേണ്ടത് ഷേവിംഗ് മിറർ. പിന്നെ വേണ്ടത് വെള്ളം വാട്ടർ. ദെൻ ആർമി റേഷൻ. ദെൻ ചോക്ലേറ്റ്. Then a radio and then fishing pole. ഇതിൽ നമുക്ക് വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ നെറ്റ് നമ്മൾ എടുത്തിട്ടില്ല. റം വേണ്ട. ഓക്കെ. ദെൻ റം വേണ്ട. ബോധത്തോടെ ഇരിക്കണമെന്ന് വിചാരിച്ചില്ല. Yes. Now we have come to all the four things. It's a wonderful discussion. I'll just tell the readings of that. നമുക്ക് തമാശ ആണെങ്കിൽ പോലും ഒന്നിട്ട് കാര്യമാണ്. 4 ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഒരു ഫിനാൻസ് ടീമുണ്ട്, ഒരു എന്താണ് മാർക്കറ്റിംഗ് ടീമുണ്ട്, HR ഉണ്ടെങ്കിൽ 4 വ്യത്യസ്ത രീതിയിലാണ്. നിങ്ങളുടെ പെർസെപ്ഷനെ അല്ല അവരുടെ പെർസെപ്ഷൻ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ക്രോഡീകരിച്ച് ഒന്നാക്കാൻ നോക്കിയാൽ അങ്ങനെ വരത്തുള്ളൂ. ആദ്യത്തെ ലേണിംഗ്. രണ്ടാമത്തെ ലേണിംഗ് എന്ന് പറയുന്നത് പെർസെപ്ഷൻസ് വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ റം എടുക്കാത്ത കാര്യം ഒരാൾ പറഞ്ഞത് ഡീഹൈഡ്രേഷൻ വരും എന്നുള്ളതാണ്. ചോക്ലേറ്റ് എടുത്തവർ എന്താണ് പറയുന്ന കാര്യം? ആൻസേഴ്സിലേക്ക് പോവാം. നമുക്ക് ആൻസേഴ്സ് ഒന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ആണ് അതിനകത്ത് അകപ്പെട്ടെങ്കിൽ, അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് വാസ് ഇൻ യുവർ സിറ്റുവേഷൻ, അവരെന്തെടുക്കും? അതാണ് കീ എന്ന് പറയുന്നത്. അവരെന്തെടുക്കും? ഓക്കെ. അതിന് മുമ്പ് റം എടുക്കാത്ത ആൾക്കാരുണ്ട്. ചിലർ പറഞ്ഞാൽ റം എടുക്കാം, ചിലർ ചോക്ലേറ്റ്. ഉദ്ദേഹം പറഞ്ഞ ചോക്ലേറ്റ്, ഉദ്ദേഹം പറഞ്ഞ ഭയങ്കര രസമുള്ള ആൻസറായിരുന്നു. പുള്ളിയുടെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാറ്റ് ആണ് ചോക്ലേറ്റ്, അത് മരിക്കാൻ answers. Okay, answers for answer number. മോശക്കാരല്ല, ആരും കുറ്റക്കാരല്ല. ഈ കാണിക്കുന്ന എന്തും നിങ്ങൾ പങ്കിടണം. ഓക്കെ ഓക്കെ. ആൻസേഴ്സ് നോക്കുമ്പോൾ ഇതാണ് ആൻസേഴ്സ്. ഒന്നാമത്തെ ആൻസർ ഷേവിംഗ് മിററാണ്. എന്താ വെച്ചാൽ ഷേവിംഗ് മിറർ മോസ്റ്റ് ക്രിട്ടിക്കൽ. അതൊരു ചിന്തനിക്കാണ്. ആദ്യം നമുക്കൊരു അകപ്പെട്ടാൽ ആദ്യം രക്ഷപ്പെടാൻ നോക്കുന്നത് എല്ലാവരും. പിന്നീട് ആഹാരം, ചോക്ലേറ്റ്, റബ്ബർ. പീപ്പിൾ വോണ്ട് ടു എസ്കേപ്പ് ഫസ്റ്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി എന്താണ് 10 ലിറ്റർ ഓഫ് ഓയിൽ പെട്രോൾ മിശ്രണം. അത് ബേസിക്കലി വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ
വെള്ളത്തിൽ വെച്ച് ഇഗ്നൈറ്റ് ചെയ്താൽ കത്തും. അപ്പത്തേനും ആ സീൽ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ സീൽ വെള്ളം കണ്ടാൽ പീപ്പിൾ കമ്പ് ചെയ്യും. ഇത് ബയസാണ്. എന്താണ് കാര്യം? ബയസ് പാർട്ട്. ഞാൻ 3 പെർസെപ്ഷൻ പറഞ്ഞു. ഓഫീസിനകത്ത് ഓഫീസിലുള്ള പലരും ചിന്തിക്കുന്ന ഫസ്റ്റ് പെർസെപ്ഷൻ. രണ്ടാമത്തെ പെർസെപ്ഷൻ ഓരോരുത്തരും ചിന്തിക്കും. മൂന്നാമത്തെ ക്രിട്ടിക്കൽ പെർസെപ്ഷൻ ബയസ്. എനിക്ക് ഈ വെള്ളം ഇത് കാണുമ്പോൾ ഒന്നും തോന്നില്ല. അതായത് എനിക്ക് ആ എണ്ണ കാണുമ്പോൾ എനിക്ക് എണ്ണ എന്തിനു വേണം, ഒരു ആവശ്യമില്ല. പക്ഷെ എന്നെ പറ്റി അറിയാമെന്നുള്ളതിന് അത് ആവശ്യമുണ്ട്. അപ്പൊ എന്റെ പെർസെപ്ഷൻ വേറെ, താങ്കളുടെ പെർസെപ്ഷൻ വേറെ. മൂന്നാമത്തെ പിന്നെന്താണ്? നാലാമത്തെ എന്ന് പറയുന്നത് മൂന്നാമത്തത് ബേസിക്കലി 25 ലിറ്റർ വാട്ടർ മിക്കവാറും എടുത്തിട്ടുണ്ടായിരുന്നു. നാലാമത് ആർമി റേഷൻ, അവരെടുക്കും ആർമി റേഷൻ. അഞ്ചാമത് എന്ന് പറയുന്നത് ബേസിക്കലി 20 square opaque plastic sheeting. Can be used to collect rainwater and shelter from the wind and waves. ആറാമത്തത് 2 boxes of chocolate bars. പക്ഷെ നിങ്ങൾ എല്ലാവരും 8-9 ശേഷം ചോക്ലേറ്റ്, ബിക്കോസ് ചോക്ലേറ്റ് ബാറിന് ആദ്യത്തെ ഫുഡ്. ബിക്കോസ് ഫസ്റ്റ് റേഷൻ മുമ്പ് എടുക്കുന്ന ചോക്ലേറ്റ് ബാർ. ബിക്കോസ് റേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് ഫുഡാണ്. ചോക്ലേറ്റ് ബാർ ഇൻസ്റ്റന്റ് എനർജിയാണ്. പക്ഷെ ചോക്ലേറ്റ് ബയസ് എന്താണ്? ബയസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് വരുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും സന്തോഷമാണ്. അപ്പൊ ചോക്ലേറ്റ് കൈകാര്യം കഴിക്കും. സോ ചോക്ലേറ്റ് കീപ് ഇറ്റ് ബാക്ക്. ഇനി പോയി ഡൈ ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം, യു ഡോണ്ട് ഈറ്റ് ചോക്ലേറ്റ്സ്. പക്ഷേ ചോക്ലേറ്റ് ആണ് സത്യാഗ്രഹം. ഇവിടെ സത്യാഗ്രഹം ഇരിക്കുന്ന എല്ലാവരും അതായിരുന്നു. സെക്രട്ടറി 4 ദിവസം കഴിഞ്ഞ് അവർ ടോയ്ലറ്റിന്റെ മുകളിൽ കൊണ്ട് ചോക്ലേറ്റ് കഴിക്കും. ഇതൊരു ബാത്റൂം ഞാൻ പുറത്തേ വരുന്നത് ബാത്റൂം പോകുമ്പോൾ കഴിക്കും, ഫ്ലഷ് ചെയ്ത് വരും. ബിക്കോസ് 2,500 കാലറീസ് ആണ് ഇവിടെ ആരോഗ്യത്തിനാണല്ലോ. ഓക്കെ, 2 ദിവസത്തേക്ക് അത് മതി. ഏഴാമത്തത് ഓഷ്യൻ ഫിഷ് കിച്ചൺ ബോർഡ്, അതും ഫുഡാണ്. പിന്നെ എട്ടാമത്തത് 15 feet നൈലോൺ റോപ്പ് എല്ലാവരും കെട്ടി വയ്ക്കാൻ. 9 എന്ന് പറയുന്നത് എന്താണ്? 9 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് സ്റ്റീൽ കുഷൻ. അതിന് ഒരു ആവശ്യമില്ല, എന്നാലും 9 ഇട്ടുന്നേ ഉള്ളൂ. ബിക്കോസ് 4 പേർക്ക് പോകാനുള്ള റബ്ബർ ലൈഫ് ക്രാഫ്റ്റ് അതിനകത്തുണ്ട്. കണ്ടോ, ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇതിന് പുറമെ 4 റബ്ബർ ലൈഫ് ക്രാഫ്റ്റ് ഉണ്ട്. നോബഡി നോട്ടീസ് ദാറ്റ്. ഓക്കെ, പത്താമത്തത് ഇതിലോട്ടുള്ള ഇമ്പോർട്ടൻ്റ് അല്ല, റം. പക്ഷെ 11th ആണ്, ലാസ്റ്റ് അല്ല. ഇവിടെ റം എന്ന് പറയുന്നത് ഇത് 160 പ്രൂഫ് റമ്മാണ്. ശ്രദ്ധിച്ചറിയാം, അതൊരു പ്യൂർലി സാനിറ്റൈസർ ആണ്, അല്ലാതെ. പക്ഷേ ഇവിടെ ബയസ് എന്ന് പറയുമ്പോൾ റം കാണുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്ന കുടിക്കാൻ റമ്മാണ്. പക്ഷെ അതിനകത്തുള്ളത് 180 പ്രൂഫ് 160 പ്രൂഫ് റമ്മല്ല. ഇത് 43% ആൽക്കഹോൾ, മാക്സിമം 50% ആൽക്കഹോൾ റമ്മുള്ളൂ കുടിക്കുന്നത്. ഇത് ഏകദേശം 90% നമ്മൾ പറയുന്നത് മൂൺഷൈൻ. എന്താ സാർ പറഞ്ഞത്? മൂൺഷൈൻ അത് മോളുള്ള സാധനമാണ്. ഓക്കെ, ഒട്ടും വേണ്ടാത്ത കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. സ്മോൾ ട്രാൻസിസ്റ്റർ റേഡിയോ ഒരു കാര്യമില്ല, ആരും അവിടെ ഇല്ല. പക്ഷെ ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരു ഗുണമില്ല, മാത്രം റേഞ്ച് ഇല്ല. പിന്നെ ട്രാൻസിസ്റ്റർ ഒരു സൈഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും എവിടെയെങ്കിലും അകപ്പെട്ട് പോകുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊരു ബയസാണ്, നമ്മൾ പ്രത്യേക ബയസാണ്. 13ാമത്തെ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് മൊസ്കിറ്റോ. എല്ലാവരും പറഞ്ഞു വേണ്ടാത്തതല്ല. ഈ ലാസ്റ്റ് രണ്ടെണ്ണം മാപ്പ് ഓഫ് ദി അറ്റ്ലാന്റിക് ഓഷൻ. ഒരു ആവശ്യം ബിക്കോസ് ഇനി ഒന്ന് ആലോചിച്ചു സാറേ, മാപ്പ് ഇനി ഒന്ന് പെട്ടെന്ന് ബയസ് വന്നു, മാപ്പ് എഴുതി വെച്ചു. അത് ബയസാണ്. പെട്ടെന്ന് മൈൻഡ് എടുക്കുന്ന ഡിസിഷനാണ് ബയസ് എന്ന് പറയുന്നത്. റോഡിൽ കിടക്കുന്ന മദ്യപാനി കാണുമ്പോൾ ഡിസിഷനാണ്. അത് ആ ഇന്റർവ്യൂ വരുമ്പോൾ തോന്നുന്ന അതേ സംഭവം. ഇവിടെ മുടി നീട്ടി വർത്തിയാൽ നമുക്ക് അങ്ങനെ എടുക്കണോ വേണ്ടതെന്ന് തോന്നും. പെട്ടെന്ന് പൈസ കാണാതായാൽ മറ്റേ സംശയിക്കും. അങ്ങനെയൊക്കെയുള്ള ബയസസ് ആണ് ഈ പറയുന്നത്, പെട്ടെന്ന് തോന്നുന്ന ഫീലിങ്സ്. ഓക്കെ, അതുപോലത്തെ ഒരു ബയസാണ് ഈ പറഞ്ഞ 14ാമത്തെ വന്നത്, മാപ്പ് ദി അറ്റ്ലാന്റിക് ഓഷൻ. നമുക്ക് പെട്ടെന്ന് മാപ്പ് നോക്കുമ്പോൾ എവിടെയൊക്കെ എയർപോർട്ട് മാപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഗുണം? പിന്നെ ആലോചിച്ചു, അറ്റ്ലാന്റിക് ഓഷൻ നടക്കുന്നിരിക്കുന്നു, ഒരു ഹാർഡ് കോപ്പി മാപ്പ് നമുക്ക് കൈ കിട്ടും. ഓക്കെ, നമ്മൾ ആ മാപ്പ് എടുത്ത് നോക്കി വെള്ളത്തിൽ ചാടി നീന്താൻ പറ്റത്തില്ല. പക്ഷെ സ്വന്തം വീട്ടിന്റെ അടുക്കള വഴി നോക്കിയാൽ മനസ്സിലാവും. ഒരു ബ്ലൂ പ്രിന്റിനകത്ത് സ്വന്തം വീട്ടിൽ അടുക്കള കണ്ടാൽ പോലും അറിയാൻ പറ്റത്തില്ല. പിന്നെയാണ് മാപ്പ്. അതല്ല ഉദ്ദേശം. താങ്കൾ ബ്ലൂ പ്രിന്റിനകത്ത് ചലിക്കാത്ത വണ്ടിക്ക് അത് ഒരു ഗുണമില്ല. എന്നാൽ മനുഷ്യർക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന സെയിം അഭിപ്രായമുള്ളൂ. പക്ഷേ ചിലർ സെക്സ്റ്റന്റ് എഴുതാത്തവരുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ് ചെയ്തപ്പോൾ ചില സെക്സ്റ്റന്റ് ആദ്യമായിട്ടുണ്ട്.
She was feeling so romantic and Bhattaru was so as leaders, my first thing, friends, my first thing after this training program is over, that is bias, leadership bias എന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കണം. Don't understand bias പെട്ടെന്ന് ഓറഞ്ച് രൂപ മനസ്സിലാക്കി ചിക്കൻ ബിരിയാണി മനസ്സിൽ വന്നു ഒരു പിക്ചർ അതുപോലെ ബയസ് വരും. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കുക, ആം ഐ ഗോയിങ് ടു ബയസ് എന്നൊന്ന് ആലോചിക്കുക. എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഇതാവും. സെയിം കേസ് എന്നെ വായിക്കാത്ത ഒരു ഫസ്റ്റ് ഇഷ്യൂ കേസസ് ഉണ്ടായിരുന്നു. ഒരു ലുക്കപ്പിലേക്ക് പോകുന്ന സ്ഥലം അത് വന്നിട്ട് ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ എനിക്ക് ചെറിയ ഗ്ലാൻഡുലർ വീക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ തപ്പിയിട്ട് പറഞ്ഞു ഇത് പ്രശ്നമാണല്ലോ, ഒരു ഓവർ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യും. അപ്പം അത് നോക്കിയിട്ട് ഹൈലി ബയസ്ഡ് ആക്ച്വലി വായിക്കാത്ത ഒരു ഡിസ്കവറേഷൻ ഉണ്ട്. വേറെ നല്ല ഡോക്ടർ പോയപ്പോൾ പുള്ളി ജസ്റ്റ് നോക്കിയിട്ട് നത്തിക്കണോ ഗോ ഹോം എന്ന് പറഞ്ഞു. ആക്ച്വലി അത് ലൈക്ക് ക്യാൻസർ ആയിരുന്നു, അതങ്ങ് മാറി. പക്ഷെ ആ കണ്ട ഡോക്ടർ ഈ എല്ലാ സ്പെസിഫിക്കേഷൻ നോക്കിയപ്പോൾ അത് ക്യാൻസർ ആയിരുന്നു വിചാരിച്ചു. അതൊരു ബയസാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് ബയസ് ഉണ്ട്, ജഡ്ജസിന് ബയസ് ഉണ്ട്. അതാണ് ചില കോടതി കയറുമ്പോൾ പോലീസ് കൂച്ചിലൊക്കെ നിൽക്കാൻ പറയും. കണ്ടിട്ടുണ്ട് പോലീസ് പിടിക്കുന്നവന്മാരെ പറയും എണ്ണയൊക്കെ തേച്ച് ചന്ദനക്കുറയൊക്കെ നിൽക്കാൻ പറയും. മറ്റേ പൊട്ടി ക്രിമിനൽസൊക്കെ ചന്ദനക്കുറ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. ജഡ്ജു മുണ്ട കൂടുതൽ അവൻ കൊടുക്കുന്നില്ല. എന്താ കാര്യം, ഈ പോലീസ് പറഞ്ഞെടുക്കുക അയാളുടെ ഒരു ബയസ് ഒന്ന് മാറ്റാം. ഇല്ലാതെ വൃത്തിയില്ലാതിരിക്കുമ്പം 10 വർഷം കിടക്കാൻ പറ്റില്ല. ഇതാണ് ബയസ്. So this is called leadership bias. Okay. So next chapter, attitude, skill and knowledge. Bias is not example, but what's the next thing? Only thing is bias is conscious bias matter. Consciously bias. Unconscious bias matter better. So हम bias आएंगे, हम तो गाड़ी going to a bias, decision लेने लेकर, rather than taking a sort of better decision करते हैं. मैं देखने वाला नहीं, मैं देखने वाला क्या बोलूँ, क्या और वस्तु मंगा करूँ, मैं यहाँ से bias आ. പക്ഷെ അത് വെച്ച് ഞാൻ ഇന്ന് പഠിക്കുന്നില്ല പോയി ഇറ്റ് ഇസ് എ ബാഡ് see what I did. So I took my own time, assess the situation and then came to new conclusion that you are good people. Similarly, whatever new thoughts come to you by seeing somebody see some issues, take some time to understand it can be a bias. It may not be the right. അങ്ങനെ ആവണം നിർബന്ധം അല്ലാതെ അത് അസസ് ചെയ്യാൻ നോക്കുക. Don't get into things. Yeah. Now let's come to something called attitude, skill and knowledge. പെട്ടെന്ന് നോളജ് എന്താണ്? നിങ്ങളുടെ ടീമിൽ എല്ലാവർക്കും നോളജ് ഉണ്ടോ? സാർ നോളജ് ഉണ്ടോ? ബിസിനസ് പറ്റി ഫാന്റാസ്റ്റിക്. നോളജ് ഇല്ലെങ്കിൽ നടക്കത്തില്ല ബിസിനസ്. നിങ്ങൾ എടുക്കുന്ന വ്യക്തിക്ക് നോളജ് ഉണ്ടോ, നിങ്ങൾ ഫീൽഡിൽ പോകുന്നത് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് താങ്കളുടെ ബിസിനസ് എന്താണ് സർ? ഏത് ഹോസ്പിറ്റൽ? ഡോക്ടർ അല്ലേ? താങ്കളുടെ സ്റ്റീൽ മാർക്കറ്റിംഗ് പീപ്പിൾ ഉണ്ടോ? അപ്പൊ അവർക്ക് സ്റ്റീലിനെ പറ്റി നല്ല അറിവുണ്ടോ? സ്റ്റീൽ കോമ്പോസിഷന്, ഹാർഡ്നെസ്, ടഫ്നെസ് ഒക്കെ അറിയാമോ? അതിനകത്തുള്ള മെറ്റൽ ലെവലിൽ, അതിനകത്തുള്ള കോമ്പോസിഷൻ ലെവൽ അറിയാം. അത് നോളജ് ആണ്, പറഞ്ഞു കൊടുത്തേ പറ്റും. മസ്റ്റ് ആണ് പഠിക്കുക. ഇല്ലെങ്കിൽ ഇന്നത്തെ വേൾഡ് ആൾക്കാർ എക്സ്പോസ്ഡ് ആണ്. എവരിബഡി ഫിംഗർ ടിപ്സ് ഇൻഫർമേഷൻ ഉണ്ട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സ്കില്ലാണ്. ഇത് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം താമരശ്ശേരി ചുരം കയറി പോകുന്ന ഡ്രൈവർ നല്ലവണ്ണം പോകുന്നു, KSRTC ഡ്രൈവർ. നമ്മൾ പോയി ചോദിക്കും, ചേട്ടാ ഗംഭീരമായിട്ട് ഓട്ടിക്കുന്നു, ഇപ്പൊ എന്താ BHP എത്രയാണ്? BHP എന്ത് BHP അയക്കറിയില്ല. ടോർക്ക് ഉണ്ടാവും, ടോർക്ക് വണ്ടിക്ക് ഇത് ടോർക്ക് അതൊക്കെ അതും അറിയത്തില്ല. നല്ല സ്കില്ലാണ് ഓടിക്കാൻ. ഇതെല്ലാം അറിയാവുന്ന ആളുണ്ട്. എന്താണ് M.Tech ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, പുള്ളിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ല. നോളജ് ഇസ് ഡിഫറെന്റ്, മനസ്സിലായില്ലേ? Skill is different. But എങ്ങനെയാണെങ്കിൽ knowledge impart ചെയ്യാം നിങ്ങളുടെ ടീമിന്? Take them to regular training programs about the product. Must ആണ്. സ്കിൽ എങ്ങനെയാണ് പേര്? സെല്ലിംഗ് സ്കിൽസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്കില്ല് കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സ്കില്ലില്ലെങ്കിൽ അതും ചെയ്യാം. ഇന്റർവ്യൂ സ്കിൽസ് ഇല്ല, അത് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒരാൾ കണ്ടാൽ പെട്ടെന്ന് ഇന്റർവ്യൂ അറിഞ്ഞണം, പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് പ്രസന്റേഷൻ സ്കിൽസ് ഇല്ല, പഠിക്കണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മീറ്റിംഗ് എടുക്കാൻ അറിയത്തില്ല, നിങ്ങൾ വിറക്കില്ല. അല്ലെങ്കിൽ യു ഫീൽ ബാഡ്, യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു ഫൈൻഡ് എ കോച്ച് ഹു കാൻ കോച്ച് യു ദാറ്റ്. നിങ്ങളുടെ പ്രൊഫൈലേ മാറുകയാണ്, നിങ്ങൾ മൊത്തത്തിൽ മാറും. നിങ്ങളുടെ ഈ പോസിറ്റീവ് നേച്ചറും അതും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മാറും. ആൾക്കാരെ വലുതാവും, വെള്ളമാണ് ചെറുതാണ്.
അപ്പൊ എവനാണ് ഷുഗർ വെച്ചാൽ ഈ ലയിച്ചു പോകും, മാറ്റാൻ പറ്റത്തില്ല. 15 വർഷം നോക്കിയിരുന്നു. ഇവരെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇവരെ പറഞ്ഞു വിടുകയും ചെയ്യില്ല. ഇയാൾക്ക് വേണ്ടത് വേണമെങ്കിൽ പറഞ്ഞു വിടാം, വേണമെങ്കിൽ പറഞ്ഞാൽ പറ്റിയ ബെസ്റ്റ് കേസ് ഇയാളാണ്. പക്ഷെ ഇയാൾ പറഞ്ഞു വിടല്ലേ, ഇവൻ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. പീപ്പിൾ ലോസ് ഓഫ് പീപ്പിൾ എപ്പോഴും ദോഷമാണ്. ഓക്കെ, നമ്മൾ അവിടെ കഴിയുന്നു. ഇത് വേണ്ട ഓക്കെ. ലാസ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷന് വേണ്ട ക്വാളിറ്റി ആൾക്കാർക്ക്? ഒന്ന്, എക്സിബിറ്റിംഗ് പാഷൻ. എത്ര പേർക്ക് പാഷനേറ്റ് ആണ്? Anybody not passionate? Okay, now make it. I'm not passionate about acting. Acting. This is video acting or acting? Yeah, he's an actor. ഈ 5 പാട്ട് പോലത്തുമില്ല. My job is to say like this every day morning. Do this because he's so passionate about singing that stupid song. Why am I passionate? I can't say no to him. I am highly passionate. Appa idu sambhavam. രണ്ടാമത് big picture communicate ചെയ്യാറുണ്ട് ടീമിനോട് പറയാറുണ്ട്. അതായത് അവരുടെ ജോലിയല്ല, അതിന് പുറമെ സ്ഥാപനം എന്താണ് അവസ്ഥ, സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് എന്താണ്, അടുത്ത 5 വർഷത്തേക്ക് സ്ഥാപനം എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അത് എന്താണ്, അങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടോ ഇല്ലയോ സ്ഥാപനത്തിൽ? 2 മണിക്കൂറേ പറ്റുള്ളൂ. അത് പാഷൻ, കംഫർട്ട് സോൺ, ഇപ്പൊ 1 ഡിഗ്രി എക്സ്ട്രാ, ബിഗ് പിക്ചർ, പിന്നെ ബയസ്, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. താങ്ക്സ്. മരത്തുമ്പിയെ പൂക്കില തെളിച്ച പോ